രാജ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും ടാറ്റ എന്ന് പറയുന്നൊരു പേര് കേൾക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പൊതുവേ പറയും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കേ ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കേ അബദ്ധം പറ്റുകയുള്ളൂ, ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നവർക്ക് തെറ്റ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്തെല്ലാം ടാറ്റയുടെ പേര് കേൾക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വിമർശനത്തിൻ്റെ ആഴം അത് വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. ടാറ്റയ്ക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ടൊക്കെ പലയിടത്തും കണക്ഷൻ ഉള്ളതായിട്ടും, അതായത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ പുരോഗതി, അതിൻ്റെ വികസനം, അതിൻ്റെ അതീവ രഹസ്യവും സുരക്ഷിതവുമായ കാര്യങ്ങൾ, ഇതിനകത്ത് പോലും ടാറ്റയ്ക്കകത്തു നിന്നുണ്ടായ ഇടപെടൽ കാരണം പരാജയം ഉണ്ടാകുന്നു, തകർച്ച ഉണ്ടാകുന്നു, രാജ്യസുരക്ഷയും രാജ്യ പുരോഗതിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പോലും ഇത്തരത്തിൽ അട്ടിമറികൾ സംഭവിക്കുന്നതാണ്. ഇത് ശരിയായ വിമർശനമാണോ? ഈ രാജ്യത്തിൻ്റെ ചരിത്രവും വ്യാവസായിക വളർച്ച, സാമ്പത്തിക വളർച്ച, കാർഷിക വളർച്ച, ഈ മേഖലകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആരോപണമായിട്ട് സമ്മതിക്കാൻ പറ്റില്ല. കാരണം സ്വതന്ത്ര ഭാരതത്തിനൊക്കെ എത്രയോ മുമ്പ് 1800-കളിൽ തന്നെ ടാറ്റ എന്ന് പറയുന്ന വ്യവസായ സാമ്രാജ്യം രൂപപ്പെട്ടിരുന്നു. ജാംഷഡ്ജി ടാറ്റ എന്ന് പറയുന്നത് വലിയ ഒരു ദേശഭക്തനായിരുന്നു, പാട്രിയോട്ടിക് ആയിരുന്നു അദ്ദേഹം. കാര്യം അദ്ദേഹം ഒരു പാഴ്സി സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നെങ്കിൽ കൂടി രാജ്യത്തിന്, ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഭാരതത്തിൻ്റെ പേരെവിടെ ഉയർത്തി കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയൻ തന്നെ ചെയ്തൊരു വീഡിയോയിൽ ടാറ്റ ഗ്രൂപ്പ് കറുപ്പ് കടത്തിയിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ രാധാകൃഷ്ണൻ സാറ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് കറുപ്പ് കടത്തിയിരുന്നത് എന്നുള്ളത്. അതിൽ എന്താ പറഞ്ഞത്, ടാറ്റ കറുപ്പ് കടത്തി കുറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്ന് കുറ്റമല്ലായിരുന്നു, അലൗഡായിരുന്നു. അപ്പോൾ അതവർ ചെയ്തു. അത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞതിന് ശേഷം ടാറ്റ ആ ഗ്രൂപ്പൊക്കെ, ആ ബിസിനസ്സൊക്കെ എന്നേ ഉപേക്ഷിച്ചു. ഇന്ന് നമുക്ക് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നത് വരെ ഈ ടാറ്റ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു ഘടകവും നമ്മുടെ ജീവിതത്തിലില്ല. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ, അതല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ടാറ്റ നിർമ്മാണ്. അതുപോലെ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ ടാറ്റ സ്റ്റീൽ, വസ്ത്രം പോലും അത് ഡിസൈനർ വസ്ത്രങ്ങൾ വരെയായി. അതന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് യാത്രാ വിമാനങ്ങൾ സർവീസ് തുടങ്ങിയത് ടാറ്റ എയർവേസ് ആണ്. ഇപ്പോഴത്തെ ഈ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് തുടങ്ങിയതാണ്. JRD ടാറ്റ എന്ന് പറയുന്നത് ജാംഷഡ്ജി രത്തൻജി ദാദാഭായ് ടാറ്റ, JRD ടാറ്റ തുടങ്ങിയതാണ്. അത് ജഹാംഗീർ രത്തൻഭായ് ടാറ്റ തുടങ്ങിയതാണ് JRD. അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊമേഴ്സ്യൽ പൈലറ്റിൻ്റെ ലൈസൻസ് നമ്പർ 1 അദ്ദേഹത്തിൻ്റേതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെതിരെ ഞാൻ അടുത്ത കാലത്താണ് ഒരു ആരോപണം ഇങ്ങനെ കണ്ടത്. അത് രത്തൻ ടാറ്റ മരിച്ച ഉടനെ തന്നെ ഒരു മുക്കാൽ ചാനലിനകത്ത് അവരുടെ ഒരു അടുപ്പുകൂട്ടി ചർച്ചയിൽ, അവരങ്ങനെയാണല്ലോ അതിനെ പറയുന്നത്, അടുപ്പുകൂട്ടി ചർച്ചയിൽ പങ്കെടുത്ത ഒരു റാവുത്തരോ ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബോ ആരോ ഒരുത്തൻ ഇരുന്ന് പറയുന്നുണ്ട്, ഇവരുടെ കൈകൾ രക്തപങ്കിലമാണ്, ഇവർക്ക് എന്താണ് ഇസ്രായേലുമായിട്ട് ഇവർക്ക് കൂട്ടുകച്ചവടമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. എന്തൊരു വിവരമില്ലാത്ത ഒരുത്തന്നെ മാധ്യമത്തിൽ കയറി ഇങ്ങനെ ടാറ്റ ഗ്രൂപ്പിനെ അധിക്ഷേപിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വ്യാവസായിക, കാർഷിക, സാമ്പത്തിക മേഖലയിലേക്ക് വൻ സഹകരണമുണ്ട്. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിൽ വിൽക്കുന്നുണ്ട്, ഇസ്രായേലിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പ് അവരുടെ എൻജിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ടാവും. അത് ബിസിനസ്സാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഇസ്രായേലിൽ വിൽക്കാൻ പാടില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഒരിടത്തും അത് നിയമവിരുദ്ധമാക്കിയിട്ടില്ല. പിന്നെ ഇവരെ എന്ത് കണ്ടിട്ടാണ് തുള്ളിച്ചാടുന്നത്? അതിന് കാരണമുണ്ട്. 2023 ഓഗസ്റ്റ് 7 ഹമസ് ഭീകരവാദികൾ എത്രയോ 300-400 ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തു. നമ്മൾ ടെലിവിഷനിൽ കണ്ടതാണ്. അവരുടെ വനിതകളെ വിളിച്ചു കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയും കുട്ടികളെ കൊല്ലുകയൊക്കെ ചെയ്തു. ഇസ്രായേൽ തിരിച്ചടിച്ചു. അതിന് അവർക്ക് അധികാരമുണ്ട്.
അതിനിടയ്ക്ക് ഇവിടെ കേരളത്തിലിരുന്നുകൊണ്ട് ഒരു വിവരമില്ലാത്ത കുറേ മേത്തന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ടാറ്റ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തുന്നു. JRD ടാറ്റയെ പോലെയോ രത്തൻ ടാറ്റയെ പോലെയോ മറ്റോ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ബാരൻസ് ലോകത്തിൽ തന്നെ അപൂർവങ്ങളായിട്ടുള്ള ഉണ്ടാവുള്ളൂ. അവർ ഒരിക്കലും അവരുടെ കമ്പനികളുടെ എന്താ പറയുന്നത് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അത് വെച്ച് വിറ്റ് കൊള്ളലാഭം എടുക്കുകയോ ചെയ്യാറില്ല. അവർ ചെയ്യുന്നത് മുഴുവനും അവർ ഒരു ട്രസ്റ്റ് പോലെയാണ് ആ കമ്പനികൾ അവർ കൊണ്ടു നടക്കുന്നത്. ഈ ടാറ്റ ഗ്രൂപ്പിലെ പല കുടുംബങ്ങളുണ്ട്. JRD ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കേട്ടിട്ടുള്ള രത്തൻ ടാറ്റ ഉണ്ട്. രത്തൻ ടാറ്റയുടെ പൂർവികന് തൊട്ട് മുൻഗാമിയായിരുന്ന JRD ടാറ്റ ഉണ്ട്. അങ്ങനെ ജാംഷഡ്ജി ടാറ്റ ഉണ്ട്. പിന്നെ ജാംഷഡ്ജി ടാറ്റയുടെ മകനാണ് രത്തൻ ടാറ്റ, അദ്ദേഹത്തിൻ്റെ പേര് രത്തൻ ടാറ്റ എന്നാണ്. പിന്നെ അതുപോലെ ഈ ജാംഷഡ്ജി ടാറ്റയുടെ വൈഫിൻ്റെ പേര് ഹീരാബായി ടാറ്റ, ഹീരാബായി രത്തൻ ടാറ്റ എന്നാണ് അവരുടെ പേര്. ഇവരൊക്കെ ഇവരുടെ സ്വത്തുകളൊന്നും ഇവർ എന്താ പറയുക മക്കൾക്കും മക്കളുടെ മക്കൾക്കുമായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല. അതെല്ലാം ട്രസ്റ്റിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ട്രസ്റ്റ് പൊതുജന ഉപയോഗപ്രദമായ കാര്യങ്ങളിലേക്കാണ് അവരുടെ പൈസ മുഴുവൻ പോകുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ, അങ്ങനെ അബലകളായ സ്ത്രീകളെ പാർപ്പിക്കാനായിട്ടുള്ള കേന്ദ്രങ്ങൾ, അങ്ങനെ എത്രയോ മനുഷ്യ സ്നേഹപരമായ കാര്യങ്ങൾ, ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റീസാണ് അവർ നടത്തണമെന്നറിയാമോ. അപ്പോൾ ഇത് ഈ ഒരു ഇസ്രായേൽ ബന്ധത്തിനെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ടാറ്റ ഗ്രൂപ്പിനെതിരെയുള്ള അറ്റാക്ക്. അതിന് മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രിയൻ ഓർമ്മയുണ്ടാവില്ല, കാരണം നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ട്. 1984-85 പീരീഡിൽ ഈ 83 തോന്നുന്നു, 1983 ആസാമിലെ പ്രശ്നം വളരെ രൂക്ഷമായിരുന്ന കാലത്ത് ടാറ്റയ്ക്ക് അവിടെ തേയില എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല തേയില എസ്റ്റേറ്റുകൾ അവരുടെയാണ്. ആസാമിലേക്കുള്ള ഡാർജിലിംഗ് തേയിലയൊക്കെ അവരുടെയാണല്ലോ. ടാറ്റ ടീ നമ്മുടെ മൂന്നാറിലുണ്ട്. പക്ഷേ മൂന്നാറിലേക്ക് അവരിവിടെ വരാറുണ്ട്. ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ മരിക്കണതിന് 3-4 വർഷം മുമ്പാണ് ഇവിടെ വന്ന് ഒരു തവണ റൗണ്ട് അടിച്ച് പോയത്. അദ്ദേഹം ഇവിടേക്കൊന്നും വരാറേ ഉണ്ടായിരുന്നില്ല. JRD വന്നിട്ടുണ്ടോ എന്നുകൂടി എനിക്ക് സംശയമാണ്, ജാംഷഡ്ജി ടാറ്റ. അപ്പോൾ ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഈ കമ്പനികളിലൊക്കെ ഒരു പ്രൊഫഷണലി റൺ കമ്പനികളാണ്. അവിടെ മാനേജർമാരാണ് ഭരിക്കുക മുഴുവൻ. ഇപ്പോൾ ടാറ്റ ടീയുടെ ചെയർമാനായിരുന്ന ഒരാൾ മലയാളിയാണ്, കൃഷ്ണകുമാർ, RK കൃഷ്ണകുമാർ. കേട്ടിട്ടുണ്ടോ? കണ്ണൂർ തലശ്ശേരിക്കാരനാണ് അദ്ദേഹം. മരിച്ചുപോയി, ഈസ് നോ മോർ. രത്തൻ ടാറ്റ എവിടെ പോയാലും കൂടെ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. നല്ല രസികനായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ മാധ്യമങ്ങളിലുള്ള പലരും പറയുന്നത്. അപ്പോൾ അവരൊന്നും ഒരിക്കലും നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ ടാറ്റ ടീയുടെ കാര്യം ഞാൻ പറയാൻ കാരണം, ആസാമിലുള്ള ടാറ്റ എസ്റ്റേറ്റ്സിൽ ജോലി ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലും എന്ന് ഉൽഫ തീവ്രവാദികൾ, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം തീവ്രവാദികൾ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ വെടിവെച്ച് കൊല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ലക്ഷം രൂപയായിട്ട് കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ സ്റ്റാഫാണ് വലുത്. അത് ഒരു പ്യൂണാണെങ്കിൽ തൊട്ട് അതിൻ്റെ മുകളിലുള്ള അങ്ങേയറ്റം ഒരാളാണെങ്കിൽ അവരെൻ്റെ സ്റ്റാഫാണ്, അവരുടെ ജീവനാണ് എനിക്ക് വലുത്. അവർക്ക് പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൻ്റെ ആൾക്കാരെ അത് റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്തു. അന്ന് ആസാമിലെ ഗവർണറായിരുന്ന ലഫ്റ്റനൻറ്റ് ജനറൽ സിന എന്ന് പറയുന്ന മുൻ സൈനിക കമാൻഡറായിരുന്നു. സിനയ്ക്ക് ടാറ്റ ഗ്രൂപ്പിനോട് നല്ല സ്നേഹമുണ്ട്. അവർക്കറിയാം ടാറ്റ ഗ്രൂപ്പ് വളരെ പ്രൊഫഷണലി റൺ കമ്പനിയാണ്, കള്ളത്തിലൊന്നും കാണിക്കില്ല എന്ന്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഫീൽഡ് മാർഷലായിരുന്നു മാനക് ഷോ അവരുടെ ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ടാറ്റ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അന്ന് വാർത്തകളെല്ലാം വന്നു. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി, ഒരു പ്രശ്നം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് പറഞ്ഞു, അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് വന്നാണ് ഇപ്പോൾ നാഷിക്കിൽ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിലുള്ള എനിക്ക് പരിചയമുള്ള 1-2 പേരുമായിട്ട് സംബന്ധിച്ച് സീനിയർ പൊസിഷനിലുള്ള. അപ്പോൾ അവർ പറയണേ, ഞങ്ങളുടെ കമ്പനി അതിനകത്ത് ടാറ്റ ഗ്രൂപ്പിന് ടാറ്റയിലെ ഇതില്ല, ഇപ്പോൾ നോൽ ടാറ്റ ആയിക്കോട്ടെ,
അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവർക്കോ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനൊന്നും യാതൊരു സ്വാധീനവുമില്ല, യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അവർ ഇടപെടാറില്ല. അവർ ഇൻഫ്ലുവൻസ് ഇല്ല എന്നല്ല, അവർ ഇടപെടാറില്ല ഒരു കാര്യത്തിലും. ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ 16,000 17,000 പേര് വർക്ക് ചെയ്യണ ഒരു യൂണിറ്റിൽ നാച്ചുറലി ഈ പെൺകുട്ടികൾ ജോലിക്ക് വരും. അവർ ജോലിക്ക് വീണ അവർക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടിങ് സാലറി 18,000 രൂപയാണ്. അപ്പോൾ പലർക്കും ഇപ്പോൾ നമ്മളറിയാമല്ലോ, കോളേജിൽ നിന്ന് വരുന്നവർ മുഴുവനും അത്ര നല്ല ബ്രൈറ്റ് ഒന്നും ആയിരിക്കണില്ല. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ സയൻസിൽ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നൊരു ഘടകമുണ്ട്, അതുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കും. അങ്ങനെ പിരിച്ചുവിടുമൊന്നുമില്ല അവർ. അപ്പോൾ ചിലപ്പോൾ ഒരു വൈക്കം കൊള്ളെങ്കിലും പിരിച്ചുവിടും. അപ്പോൾ അങ്ങനെ പിരിച്ചുവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികൾ പലരും ഈ തൊട്ട് മുകളിലുള്ള ഗ്രൂപ്പ് ലീഡർ, പ്രിയനറിയാമല്ലോ ടീം ലീഡറിനെ, ആ കൺസെപ്റ്റിന് അവർക്ക് ചിലപ്പോൾ വശംവദരായേക്കാം. അവരുടെ എന്താ പറയുക, ബ്ലാക്ക് മെയിലിങ്ങിനോ അവരുടെ ഭീഷണിക്കോ വഴങ്ങി അവർ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ടാറ്റ ഗ്രൂപ്പ് അന്വേഷിക്കുന്നുണ്ട്, അവരുടെ ഗ്രൂപ്പ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരുപാട് സംശയം ടാറ്റയെ പറ്റി വരുന്നതിൻ്റെ കാരണം ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലുണ്ടായ റിഫൈനറിയിൽ തീപിടുത്തം, അതിൻ്റെ യന്ത്ര സംവിധാനത്തിൻ്റെ ഏറിയ പങ്കും ടാറ്റയുടേതാണ്. ഏറിയ പങ്കും ഇല്ല പ്രിയൻ, അതൊരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് അവരാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്ത് ആ കമ്പോണന്റ് നിർമ്മിക്കാനായിട്ടുള്ള ചുമതല അവർക്ക് കൊടുത്തത്? എന്തുകൊണ്ടാണ്? അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ദേ ആർ ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമാണെന്ന് ഓർക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും രാജസ്ഥാൻ ഗവൺമെൻറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണിത്. അപ്പോൾ അതിൽ അവർ ആർക്കാണ് വർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രൊഫഷണലി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് ഒരു ഘടകമായിരിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ വേറൊന്ന് എനിക്കറിയാം പ്രിയൻ, ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ വിമാന നിർമ്മാണത്തിൻ്റെ അവർക്ക് എൻജിനീയറിങ് കമ്പനികൾ ഇവിടെ വിമാന സർവീസ് തുടങ്ങിയത് ഇന്ത്യയിൽ ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ എയർവേസും ടാറ്റ ഇൻ്റർനാഷണൽ എയർലൈൻസും അതാണ്. എന്നിട്ട് എയർ ഇന്ത്യയും പിന്നെ ഇന്ത്യൻ എയർലൈൻസും ആക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആക്കിയത്. അന്ന് തുടങ്ങിയ ആ കമ്പനിയുടെ നാശം. അവസാനം അത് പാട്ട വിലയ്ക്ക് എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്, അറിയുമോ? അത് അവസാനം പെട്ട വിലയ്ക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ തലയിൽ വെച്ചു കൊടുക്കുക ചെയ്തത്. അവരത് അത് റിവൈവ് ചെയ്യാൻ നോക്കണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ടാറ്റ ഗ്രൂപ്പിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എഫേർട്സ് ആർ ഓൺ. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ടാറ്റ ഗ്രൂപ്പിലേക്ക് ആ വിമാനം തിരിച്ചു വന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് മറ്റേ ടാറ്റ ഗ്രൂപ്പിലായിരുന്നപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും സുനിലിൻ്റെ അടുത്ത് ഒരു ഇതിൽ പറഞ്ഞിരുന്നു, ബോംബെ ടു ന്യൂയോർക്ക് വിമാനം, ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് ഒരു മലബാർ പ്രിൻസസ് എന്നിട്ടാണ് ആ വിമാനത്തിൻ്റെ പേര്. ആ വിമാനത്തിൽ യാത്രക്കാർ ആ വിമാനത്തിൽ പോകാൻ വേണ്ടി മലേഷ്യയിൽ നിന്നും പിന്നെ ബർമയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ആൾക്കാർ ബോംബെയിൽ വരുമായിരുന്നു. കാരണം എയർ ഇന്ത്യ മഹാരാജ എന്നുള്ള പേരിലാണ് അത് പറത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ മഹാരാജാവിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പോൾ 1 മണിക്കൂർ വൈകി ആ വിമാനം അവിടെ എത്തുള്ളൂ. സാധാരണ വിമാന സർവീസുകൾ നടത്തുന്നതിനേക്കാളും 1 മണിക്കൂർ വൈകി അവിടെ എത്തുള്ളൂ. എന്നിട്ടും നല്ല എന്താ പറയുക, ആൾക്കാർ ആ വിമാന സർവീസിൽ മാത്രമേ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റുമല്ല. ഇത് വേറൊരു കാര്യമുണ്ട്, ഇതേപോലുള്ള ലവ് ജിഹാദുകളും കോർപ്പറേറ്റ് ജിഹാദുകളും ഒക്കെ ടാറ്റ ഗ്രൂപ്പിൽ മാത്രമൊന്നും ആയിരിക്കില്ല നടക്കുന്നത്, പല ഗ്രൂപ്പിലും നടക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ തന്നെ സംസാരിച്ചിട്ടുള്ളേ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് നടക്കാറുണ്ട്. സൂപ്പർ മാർക്കറ്റല്ലേ ഷോപ്പിംഗ്, സാധാരണ ഷോപ്പിംഗ് മാളിൽ നടക്കുന്നത്. വിവാദം സാർ കണ്ടു കാണുമല്ലോ. അത് ഓരോന്ന് വരാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നം കൊണ്ട് മാത്രം ടാറ്റ ഗ്രൂപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എനിക്ക് ടാറ്റ ഗ്രൂപ്പായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഓക്കെ, എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ടാറ്റയിലൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. കാരണം ദേ ആർ ദ ബെസ്റ്റ് പേമാസ്റ്റേഴ്സ്, ദേ ആർ ദ ബെസ്റ്റ് എംപ്ലോയേഴ്സ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല എംപ്ലോയർമാരിൽ ഒരാളാണ്. പ്രൊഫഷണൽ മാനേജർമാരാണ് ടാറ്റയിലുള്ളത് മുഴുവനും. അവർ മറ്റേ ഡയറക്ടർ ബോർഡിൻ്റെ മുകളിൽ ടാറ്റ ട്രസ്റ്റുകളുണ്ട്. ഈ ട്രസ്റ്റുകൾ ആണ് ഏറ്റവും വലിയ ഷെയർ ഹോൾഡേഴ്സ് ടാറ്റ കമ്പനികളുടെ. പക്ഷെ അവരൊരിക്കലും കമ്പനികളുടെ നടത്തിപ്പിൽ ഇടപെടാറില്ല. ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒരു കമ്പനി നിരന്തരം നഷ്ടത്തിലോടുകയാണെങ്കിൽ അവർ എന്താ പറയുക, ടാറ്റ ബിസിനസ്സിൽ ഈ എറണാകുളത്ത്
ഒരു ടാറ്റ കമ്പനി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ടാറ്റ ഓയിൽ മിൽസ് എന്ന് പറഞ്ഞിട്ട്, ടോംകോ, ടാറ്റ ഓയിൽ മിൽസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞു. പണ്ടത്തെ കുറേ ഈ സോപ്പുണ്ട്, ജയ് സോപ്പ് ഉണ്ട്, കേട്ടിട്ടുണ്ടല്ലോ? ജയ് സോപ്പ്. ദെൻ ദർ വാസ് ഹമാം എന്നൊക്കെ പറഞ്ഞ സോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും അത് അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ടാറ്റ ഓയിൽ മിൽസ് അവരുടെ കമ്പനി നഷ്ടത്തിലായെന്ന്, അവർക്ക് നടത്താൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ ഹിന്ദുസ്ഥാൻ ലിവറിന് വിറ്റു. അങ്ങനെയാണ് ആ കമ്പനിയൊക്കെ അതെ. ഇപ്പോൾ ഹമാമും ജയ് സോപ്പ് അവർ നിർത്തി. പിന്നെ വേറെ മോട്ടി എന്ന് പറഞ്ഞൊരു സോപ്പ്, അത് ടാറ്റയുടെയാണ്. മോട്ടി സോപ്പ് ടാറ്റ ഓയിൽ മിൽസിന്റെ ആയിരുന്നു. അതെല്ലാം ലക്ഷറിയുടെ ലാസ്റ്റ് വേർഡ് ആയിരുന്നു ഈ മോട്ടി സോപ്പ് എന്നൊക്കെ വട്ടത്തിലുള്ള. അപ്പോൾ അവരത് വളരെ അവരുടെ ബ്രാൻഡ് നെയിം അവരെന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എപ്പോഴെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരിക. അതുപോലെ ഹെയർ ഓയിൽ ഉണ്ട്. ഈ ഇപ്പോഴത്തെ സുന്ദര കുട്ടപ്പന്മാരൊക്കെ തലമുടിയൊക്കെ ചീകി ഒക്കെ ഇല്ല, അതിന് മുമ്പ് കുളിച്ച് കഴിഞ്ഞിട്ട് പെർഫ്യൂംഡ് ഹെയർ ഓയിൽസ് ഉണ്ട്. പെർഫ്യൂംഡ് ഹെയർ ഓയിൽസ് എന്ന് പറഞ്ഞാൽ കുത്തണ ഇതല്ല, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ജാസ്മിൻ്റെയും അതല്ലെങ്കിൽ റോസിൻ്റെയൊക്കെ സ്മെല്ലുള്ള ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ. അപ്പോൾ വളരെ പ്രൊഫഷണലി ഇതായിട്ടുള്ള കമ്പനി. ഏതോ ഒരു പ്രത്യേക ഗ്രൂപ്പിന്, അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഇസ്ലാമിക് തീവ്രവാദികളാണ് ഇവരെക്കുറിച്ച് ഈ കുറ്റം പറയുന്നത്. കാരണം കുറ്റം പറയുമ്പോൾ നമ്മൾ എല്ലാ ഘടകങ്ങളും എടുക്കണം. ഇപ്പോൾ ഈ നാഷിക്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ജോലി ചെയ്യുന്ന വനിതകളെ ലവ് ജിഹാദിന് വിധേയമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിന് അതിനകത്ത് യാതൊരു എന്താ പറയുന്നത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അവർക്കറിയില്ല എന്താണ് തങ്ങളുടെ ഫാക്ടറിയിൽ, തങ്ങളുടെ യൂണിറ്റിൽ നടക്കുന്ന ഇതുപോലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അവരറിയാനുണ്ടാവില്ല. അവർക്കത് അന്വേഷിക്കാൻ സമയമില്ല. ഇപ്പോൾ ഈ 12 ലക്ഷം പേരെ ഒറ്റ ജോലി ചെയ്യുന്നുണ്ട് ടാറ്റ ഗ്രൂപ്പിൽ വിവിധ ഭാഗങ്ങളിലായിട്ട്. അവർ എല്ലാവരുടെയും കാര്യം അന്വേഷിക്കാനായിട്ട് അവരെ കൊണ്ട് നടക്കുന്നത് തോന്നുന്നില്ല. അത് മാത്രമല്ല, അവർക്കെതിരെ ഏതെങ്കിലും ഗവൺമെൻറ് കേസെടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇംഗ്ലണ്ടിൽ അവർക്ക് കമ്പനിയുണ്ട്, UK. ഇത്രയും പിന്നെ ലാൻഡ് റോവർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി അവർ സ്വന്തമാക്കിയില്ലേ. ഇന്ത്യക്ക് ഇന്റർനാഷണലി പേര് കേട്ട ഒരു വലിയ സംഭവമല്ലേ ലാൻഡ് റോവറും ഡിഫൻഡറും, പിന്നെ എന്തൊക്കെയോ ജാഗ്വാറൊക്കെ ഇന്ത്യയുടെ പ്രോഡക്റ്റാണ്, ഇപ്പോൾ ടാറ്റയുടെ പ്രോഡക്റ്റാണ്. അവർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ മറ്റേ വാഹന നിർമ്മാണശാലയൊക്കെ വളരെ എന്താ പറയണ ഉന്നത നിലവാരം പുലർത്തുന്നു. പിന്നെ അതുപോലെ ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി എന്നായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ ആദ്യത്തെ പേര്. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ്സ് കമ്പനി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ റെയിൽവേ എഞ്ചിൻ്റെ നിർമ്മാണത്തിനും അവർക്ക് റോൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ആലോചിക്കാൻ കൂടി പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണ കമ്പനികളിൽ ഒന്നായിരുന്നു ടാറ്റ. അതുപോലെ തന്നെ ആദർശമുള്ള ഒരു കമ്പനിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ മദ്യം എന്ന് പറഞ്ഞ സാധനത്തിൽ അവർ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. മദ്യനിർമ്മാണത്തിൽ അത് വളരെ കഷ്ടമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് മൂവീസ് ടാറ്റ ചെയ്തിട്ടില്ല. ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു അമിതാഭ് ബച്ചനെ വെച്ച് ചെയ്ത ഒരു സിനിമ 8 തട്ടി പൊട്ടി. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടില്ല. എന്റർടൈൻമെന്റിലേക്ക് അവർ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ എന്താ അവരുടെ ഒരു ഡിഷ് ആൻഡിന്റെ സർവീസ് ഉണ്ടല്ലോ, ടാറ്റ സ്കൈ. അതൊരു എന്റർടൈൻമെന്റ് കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ ഈ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞൊരു പത്രം ടാറ്റ ഗ്രൂപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനായിട്ട് കുറേ അധികം ശ്രമം നടത്തിയിരുന്നു. JRD പറഞ്ഞു വേണ്ട, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. JRD ടാറ്റ മീഡിയയിൽ അവർക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ വരുമ്പോൾ പ്രതികരിക്കാൻ ഒരു മീഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ വിചാരിച്ചില്ലല്ലോ നമുക്ക് നമ്മുടെ നാട്ടിൽ മലയാള മനോരമേനെയും മാതൃഭൂമിനെയും മീഡിയ വണ്ണിനെയും പോലുള്ള വാർത്താ ശൃംഖങ്ങൾ വരും എന്നുള്ളവരെ അവർക്ക് അറിയില്ലായിരുന്നു. അല്ല, ടാറ്റയ്ക്ക് പിന്നെ അതുപോലെ തന്നെ ഇത്തരം രാഷ്ട്രീയ സ്വപ്നങ്ങളില്ലായിരുന്നു. ഇല്ല, അവർക്ക് ഇല്ല, എല്ലാവരുമായിട്ട് അവർ നല്ല ബന്ധത്തിലായിരുന്നു. പിന്നെ ഉള്ളത് മൊറാർജി ദേശായിക്ക് JRD ടാറ്റയോട് വലിയ ബഹുമാനമായിരുന്നു. കാരണം അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ചവറാണ്, നിങ്ങൾ നടക്കരുത്, നിങ്ങൾ ഈ സ്വകാര്യ മേഖലയെ എൻകറേജ് ചെയ്യണം, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ എൽബോ റൂം കൊടുക്കണം എന്ന് പറയാറുണ്ട്. അത് പറയാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരു വ്യവസായി JRD ടാറ്റയായിരുന്നു. അദ്ദേഹം ഹൃദയത്തിലുള്ളത് തുറന്ന് പറയുമായിരുന്നു. അതേസമയം അന്നത്തെ പ്രമാണിമാരായുള്ളവരൊക്കെ രാഷ്ട്രീയക്കാരോട് വിധേയത്വം കാണിച്ചിരുന്നവരാണ്.
ടാറ്റ ഗ്രൂപ്പ് അങ്ങനെ എന്താ പറയണ നമ്പർ 1 പൊസിഷനിലാവണമെന്നോ അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാവണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവർക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.